ജാമ്യം നൽകി കോടതി നടത്തിയ വിലയിരുത്തലുകൾ തനിക്ക് അനുകൂലമെന്നാണ് പൊതുവെയുള്ള രാഹുലിന്റെ വിലയിരുത്തൽ. രാഹുൽ മാങ്കൂട്ടത്തില് ജയിലിൽ പോയ പ്രശ്നം, രാഹുൽ മാങ്കൂട്ടത്തില് വീട്ടിലിരുന്ന പ്രശ്നം, രാഹുൽ മാങ്കൂട്ടത്തില് ഹോട്ടലിൽ കയറി ഫുഡ് അടിച്ച് അവിടെ ബാത്റൂമിൽ ഒന്ന് പോയ അത് പ്രശ്നം. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, നിങ്ങളുടെ പ്രശ്നം എന്താ ശരിക്കും? എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? ഒരുത്തനെ കിട്ടി, അവനെ അങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞ് അവൻ്റെ ചോര മാക്സിമം അങ്ങോട്ട് എടുക്കുക അല്ലേ? അല്ല, ഭരണപക്ഷം കാണിച്ചോട്ടെ, മനസ്സിലാക്കാം, അവർ കാണിക്കും. അവർക്ക് പലതും മുക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കണം. എന്തെങ്കിലും ഒരു സ്വർണ്ണക്കൊള്ളയോ വേറെ എന്തെങ്കിലും ഒരു പീഡനമോ നമ്മുടെ ഭരണ പാർട്ടിയുടെ പുറയിലുള്ള ഏതെങ്കിലും ഒരു ചേട്ടന്മാർ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവന്മാരുണ്ടല്ലോ, മെയിൻ തലപ്പന്മാര്, അവർക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം വന്നു കഴിഞ്ഞാൽ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പൊങ്ങി. 4ാമത്തെ സ്ത്രീയും രംഗത്ത്, 5ാമത്തെ സ്ത്രീയും രംഗത്ത്, നാളെ 6ാമത്തെ സ്ത്രീയും രംഗത്ത്, ഇങ്ങനെ 10 വരെ എത്തും. മനസ്സിലായോ? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇച്ചിരി കോഴി ആയതുകൊണ്ട് തന്നെ ഈ പരാതി കൊടുക്കുന്നവരെയൊക്കെ മാങ്കൂട്ടത്തിന് അറിയാമായിരിക്കും, അത് വേറൊരു സത്യം. പക്ഷെ ഇല്ലാത്ത സാധനം എല്ലാം അണ്ണൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. അണ്ണൻ പിന്നെ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഒന്നും മിണ്ടാതിങ്ങനെ നിപ്പുണ്ട്. അണ്ണൻ്റെ മൊത്തത്തിൽ കിളി പോയിരിക്കുവാണെന്നാ തോന്നുന്നത്. എന്താണെങ്കിലും കുറച്ചു മുമ്പ് ഞാനൊരു വാർത്ത കേട്ടു, നിങ്ങളെ ഒന്ന് കാണിക്കണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നീ പാവപ്പെട്ടവന് തോന്നി. പിണുമാമോ, നിങ്ങൾ എവിടെയാ? നിങ്ങളുടെ വിവരമൊന്നും ഇല്ലല്ലോ. പിണുമാമോ ഉണ്ടോ? നമ്മുടെ സതീശൻ മാമൻ എവിടെ? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? കുറച്ചു കാലം കൂടെ മാങ്കൂട്ടത്തിന്റെ ഷെയ്ഡിൽ നമുക്ക് അങ്ങോട്ട് നിന്ന് പോകാം. അപ്പത്തേക്ക് അടുത്ത ഇലക്ഷൻ വരും, അപ്പത്തേക്ക് പോക്കറ്റെല്ലാം നല്ല രീതിയിൽ വീർപ്പിച്ച് വെച്ചോ, നമുക്ക് അമേരിക്കയിൽ പോയി സെറ്റിൽ ആവാം. ഓക്കെ, എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാർത്ത കേട്ട് നിങ്ങളെ മണ്ടന്മാരെന്ന് വിളിക്കുന്നതിനകത്ത് എനിക്ക് ഇച്ചിരി സങ്കടമുണ്ട്. എന്നാലും മണ്ടന്മാരായ നിങ്ങളും ഈ മണ്ടനായ ഞാനും എല്ലാം ഈ ഇവന്മാരുടെ മണ്ടങ്ങളെ കണ്ടിട്ട് ഹായ് സൂപ്പർ എന്ന് പറഞ്ഞ് കൈകൊട്ടുന്നുണ്ടല്ലോ. ഇച്ചിരിയെങ്കിലും സത്യങ്ങളും നമുക്കൊന്ന് അറിയാം. ഇതൊന്ന് കേട്ടോ. ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂരിലെ വീട്ടിലുണ്ട്. ഇപ്പോൾ നിയമസഭയിലേക്കും മണ്ഡലമായ പാലക്കാട്ടേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം പോകുന്നില്ലെന്നാണ് തീരുമാനം. ജാമ്യം നൽകി കോടതി നടത്തിയ വിലയിരുത്തലുകൾ തനിക്ക് അനുകൂലമെന്നാണ് പൊതുവെയുള്ള രാഹുലിന്റെ വിലയിരുത്തൽ. ഷിജോ കുര്യൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. രാഹുലിന്റെ മാത്രം വിലയിരുത്തലല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടാ ചോദിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തലും അത് തന്നെ അല്ലേ? കോടതി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, 24, ഏഷ്യാനെറ്റ് ന്യൂസ്, പിന്നെ മാതൃഭൂമി, ഇവരൊക്കെ ഓക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വാർത്തകളാണ് നമുക്ക് തരുന്നത്. മറ്റേ ചാനലുണ്ടല്ലോ റിപ്പോർട്ടർ ഞാൻ നിർത്തി, ഞാനിപ്പോ കാണാറില്ല, എനിക്ക് കാണണ്ട. കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാനിപ്പുലേറ്റഡ് ആയി പോകൂടെ. എന്താണ് ഇവന്മാർ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ ആയിരിക്കും ഇനി ഒരു 2 മിനിറ്റ് ചിന്തിച്ചു പോകും. അത് കഴിയുമ്പോഴേ അങ്ങനൊന്നും അല്ല, ഇവന്മാര് ചുമ്മാ മുൻവൈരാഗ്യം, അവന്മാർക്ക് അങ്ങനെയാണ്, അങ്ങനെ ചെയ്താലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് മാത്രം ഒരുത്തനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണത്. കോടതി വരെ പറഞ്ഞ് എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരുത്തനെതിരെ പരാതി കൊടുക്കുക. ആ പരാതി കൊടുത്ത ആളുടെ മൊഴിയിൽ തന്നെ ഉണ്ട് ഈ ആ സാധനം ഉണ്ടല്ലോ, പീഡി പരിപാടി. ആ പരിപാടി ചെയ്തതിന് ശേഷം ഈ ചെയ്ത ആളെ കാണാനും അയാളുടെ വീട്ടിലും ഒക്കെ കയറി ചെന്നിട്ടുണ്ടെന്നാ പറയുന്നത്. കോടതിക്ക് തന്നെ അതിശയമേ. അല്ല, അങ്ങനെയൊക്കെ പറ്റുമോ? ഒരാള് എന്നെ കയറി അങ്ങ് പീഡി ചെയ്ത് അതിനുശേഷം പിന്നെ ഞാൻ അയാളെ കാണാൻ പോവോ? പിന്നെ അയാളുടെ പുറകെ പോവോ? പിന്നെ അയാളുടെ വീട്ടിൽ പോവോ? ഫ്ലാറ്റിൽ പോവോ? അയാളെ അന്വേഷിച്ച് പാലക്കാട്ട് പോവോ? മതിയായി, കോടതിക്ക് തന്നെ മതിയായി. കോടതിക്ക് വട്ട് പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പൊന്നുമോനെ രാഹുൽ നീ ഇറങ്ങി പോടാ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി വിട്ടത്, ജാമ്യമൊക്കെ കൊടുത്തത്. അല്ലാതെ കോടതിക്ക് ഭ്രാന്തായിട്ടല്ല. അതിവിടുത്തെ മാധ്യമങ്ങളും ഈ മാങ്കൂട്ടത്തിലെ കല്ല് മാത്രം വലിച്ചെറിയാൻ നിൽക്കുന്ന ചേട്ടന്മാരും ഉണ്ടല്ലോ. ഒന്ന് മനസ്സിലാക്കുക. പിടികിട്ടിയോ? പിന്നെ എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ഈ കോൺഗ്രസ്സുകാരുടെ ഒരു ഇഷ്ടക്കേട്. അത് വേറൊന്നും കൊണ്ടല്ല. എടേ അക്കാര്യത്തിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് നിന്നെക്കാട്ടിലൊക്കെ എന്തുകൊണ്ടും ഭേദം ഉള്ളത്. ഞാൻ പറയും, കൂടെ നിൽക്കുന്ന ഒരുത്തരം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ അവനെ അങ്ങോട്ട് ചവിട്ടി പുറത്താക്കത്തില്ല, പിടിച്ചു നിർത്തി മാക്സിമം വെളുപ്പിച്ച് തൂത്ത് വാരി എൻ്റെ പൊന്നെ എങ്ങനെയൊക്കെ വെളുപ്പിക്കാമോ പ്രശ്നം കുഴിച്ചു മൂടും. ഇവിടെ കോൺഗ്രസ്സുകാരന്മാരെല്ലാരും കൂടെ രാഹുലിനെ ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്തുവാടേ ഇത്? അവിടെ തീർന്നു നിന്റെയൊക്കെ വില. ഉള്ള കാര്യം പറയാലോ, നമുക്ക് ബാക്കി കേൾക്കാമേ, തുടങ്ങിയതേ ഉള്ളൂ. കേട്ടോ ഷിജോ, ഗുഡ് മോർണിംഗ്, പറയൂ.
വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. രാത്രി 7 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ നിയമസഭയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് രാഹുലിന്റെ അനുയായികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാഹുൽ ഇന്ന് വീട്ടിൽ തന്നെ തുടരും. ഇപ്പോൾ രാഹുലിന്റെ വീടിന്റെ മുമ്പിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം രാഹുലിന്റെ വീടിന് മുമ്പിലുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് കാവലിലാണ് ഈ വീടും പരിസരവും ഒക്കെ ഉള്ളത്. ഇന്നലെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ വീട്ടിലെത്തി ഇന്നലെ രാത്രിയോടുകൂടി കണ്ടു എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കും. ചില കോൺഗ്രസ് നേതാക്കൾ എത്തി കണ്ടായിരുന്നല്ലേ ഇന്നലെ രാത്രി തന്നെ. വലിയ കാര്യം. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന്മാരെ മറ്റേ സാധനം പറപ്പിക്കുന്നില്ലേ വീടിന്റെ മേളിൽ കൂടെ? പറപ്പിക്ക്. രാഹുൽ മുള്ളാൻ പോയോന്നോ, അല്ലെങ്കിൽ വാഴയ്ക്ക് തുളയിടാൻ പോയോന്നോ, ഇനി കിളയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ടോന്നോ ഒക്കെ നമുക്ക് അറിയണ്ടേ. ഹെലികോപ്റ്റർ പറപ്പിക്ക്, മറ്റേ ഡ്രോൺ പറപ്പിക്ക്, ഡ്രോൺ വിഷ്വൽസ് എത്തിക്ക്. അയ്യോ, അതൊക്കെയല്ലേ ഹൈലൈറ്റ് ഇന്നത്തെ. ഡിപ്പോട്ടർ ചാനൽ എവിടെ? ഡിപ്പോട്ടർ ചാനൽ പറപ്പിക്കാൻ പോയിട്ടുണ്ടോ? ഡിപ്പോട്ടർ ചാനൽ പറപ്പിക്കണം കേട്ടോ, നിങ്ങൾ പറപ്പിച്ചേ പറ്റുള്ളൂ. അയ്യോ, ഹെലികോപ്റ്റർ പറപ്പീര്. എടേ, പുള്ളിയുടെ വീട്ടിൽ ഇരിക്കത്തേടേ, നിങ്ങൾക്ക് എന്താടേ? ഇന്നലെ ഇറങ്ങിയല്ലേ ഉള്ളൂ വൈകുന്നേരം. ഒരു ദിവസം അങ്ങേര് വീട്ടിൽ ഇരിക്കട്ടെ, എന്നിട്ട് അങ്ങേര് പാലക്കാട്ടേക്കോ ഇനി അടുത്ത പീഡി പരിപാടിക്കോ എന്തിനാന്ന് വെച്ചാൽ പൊക്കോളൂ. ഒരു ദിവസം അങ്ങേര് വീട്ടിൽ ഇരിക്കട്ടെ. അയാൾ വീട്ടിൽ തന്നെയാ, ഇന്നലെ കേറിയപ്പോ തൊട്ട് വീട്ടിൽ തന്നെയാ. ഇന്നലെ ആരൊക്കെയോ നേതാക്കന്മാര് വന്ന് കണ്ടു. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? ഹെലികോപ്റ്റർ പറപ്പിക്കണോ? എടാ, എന്തുവാടേ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഇവിടെ നടക്കുന്നത് നാട്ടില്? എന്തൊക്കെ പ്രശ്നങ്ങള്? രാഹുലിന്റെ വീടിന്റെ ഫ്രണ്ടിലെ ക്യാമറയും കൊണ്ട് പോയി നിൽക്കുക. കഷ്ടം ചേട്ടന്മാരെ. എല്ലാ മാധ്യമങ്ങളെ അല്ല കേട്ടോ, എല്ലാ ചാനലുകളെ അല്ല, ചില ചാനലുകളെ. അവർക്കുള്ള കുത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം. എന്തായാലും രാഹുൽ ഇന്ന് നിയമസഭയിലേക്ക് പോകുന്നില്ല. ബജറ്റ് സമ്മേളനമൊക്കെയാണ്, ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഒരു MLA നാട്ടിലുണ്ടായിട്ടും പോകാതിരിക്കുക എന്നൊക്കെ പറയുന്ന അസാധാരണ സംഭവമാണ്. പക്ഷേ നിലവിലത്തെ പ്രത്യേക ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എന്തായാലും നിയമസഭയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മാത്രവുമല്ല, പാലക്കാട്ടേക്കും തൽക്കാലം പോകുന്നില്ല എന്നുള്ളതാണ് രാഹുലിന്റെ ക്യാമ്പ് അറിയിക്കുന്നത്. പാലക്കാട്ടേക്കൊക്കെ പോയി സജീവമാകുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും ഉടനൊന്നും പാലക്കാട്ടേക്ക് പോകുന്നുമില്ല. അത് മാത്രവുമല്ല, ശനിയാഴ്ച അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണം. വരുന്ന ശനിയാഴ്ച 10 മണിക്കും 12 മണിക്കും ഇടയിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണം. ഓക്കെ, വേറൊരു കാര്യം ഞാൻ പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ പുള്ളി ഒരു MLA ആണ്. പുള്ളി സ്ഥലത്തുള്ളപ്പോൾ ബഡ്ജറ്റ് പുള്ളി എല്ലാ കാര്യത്തിനും ചെന്നേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? പുള്ളി റിലീസായി ഇന്നലെ രാത്രിയിൽ ഇറങ്ങി, ഇന്ന് പുള്ളി പോകേണ്ടതാണ്. പക്ഷെ വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു മനുഷ്യനും കൂടെ അല്ലേ ഇടയിൽ. 10-18 ദിവസം ജയിലിൽ കിടന്നതല്ലേ. ഒരു ദിവസം പുള്ളിയുടെ വീട്ടിൽ ഇരുന്നൂടെ? നാളെ തൊട്ട് ഇറങ്ങട്ടെ. അതാ ഞാൻ പറഞ്ഞത്, നാളെ തൊട്ട് പുള്ളി പാലക്കാട്ടേക്കോ പുള്ളി എവിടെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടെ. ഇനി കേസിന്റെ ഭാഗമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണേണ്ട വരും, കാണട്ടെ, ഓടട്ടെ. ഇനി അടുത്തത് ഇനി പുള്ളിക്ക് പീഡി പരിപാടിക്ക് പോകണമെങ്കിൽ പുള്ളി പോട്ടെ. ഒരു ദിവസം പുള്ളിയെ വെറുതെ വിട്ടൂടെ? ഇന്നൊരു ദിവസമെങ്കിലും പുള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മെയിൻ സ്ട്രീം ചാനലുകൾക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലേ? അതോ പുതിയ ഒന്നും കിട്ടാഞ്ഞിട്ടാണോ? വരും 2 ദിവസത്തിനുള്ളിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരും. മനസ്സിലായോ? അത് എന്നിട്ട് 2-3 ദിവസം ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മാങ്കൂട്ടത്തിലിന്റെ ഏതെങ്കിലും ഒരു പരാതിക്കാരി പൊങ്ങി വരും, ഇല്ലെങ്കിൽ പൊങ്ങി വരുത്തിക്കും. മനസ്സിലായോ? ഏതെങ്കിലും കള്ളക്കാമുകന്റെ പഴയ ഏതെങ്കിലും ചിക്കിനെ പൊക്കെ എടുത്തോണ്ട് വരും. ഉറപ്പുള്ള കാര്യമാണ്. രാഹുലേട്ടന്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം. നമ്മുടെ പിടുമാമിനെതിരെ ഒന്നും വാ തുറക്കല്ലേ. വാ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും. പിടി ഇത് മാത്രമേ കാണുള്ളൂ. ബാക്കി കുറച്ചും കൂടെ. എപ്പോൾ അന്വേഷണ സംഘം വിളിച്ചാലും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള കർശനമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളുടെ ഉപാധികളോടുകൂടിയാണ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. അപ്പോൾ അങ്ങനെ എപ്പോൾ ആവശ്യപ്പെട്ടാലും പോവുകയും ചെയ്യണം. അതിജീവിതയെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളുടെ അവരെ ഏതെങ്കിലും രീതിയിൽ അറിയാനോ നോക്കാനോ ഒന്നും പോകരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ കോടതി വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ നിലവിൽ വീട്ടിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ജാമ്യം നൽകിക്കൊണ്ട് കോടതി നടത്തിയ ചില വിലയിരുത്തലുകൾ തനിക്ക് അനുകൂലമാണ്. ഈ കേസ് അവസാനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഓക്കെ മതിയായി. അതിജീവിത എന്ന് പറയരുത്. ഓക്കെ, അതിജീവിത എന്ന് പറയണം. കൾ ഉപയോഗിക്കണം കേട്ടാ. കള്ള് വേണം. കാരണം 1 അല്ലല്ലോ 2 അല്ലല്ലോ 3 ആയില്ലേ. ഇനി അങ്ങോട്ട് വരാൻ പോവല്ലേ. അതുകൊണ്ട് അതിജീവിത അങ്ങനെ പറയുക. മാങ്കൂട്ടത്തില് കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കുവോ? എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ആവശ്യമൊന്നും മാങ്കൂട്ടത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തെളിയട്ടെ, കോടതിയിലാണല്ലോ.
കൂടുതലായിട്ട് മാങ്കൂട്ടത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയാൻ കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാം, പുള്ളി പൊട്ടനല്ലല്ലോ, പുള്ളിക്ക് തന്നെ പണി കിട്ടും. ഓക്കെ, ഇനി വേറൊരു ഇന്നലെ വൈകിട്ട് മാങ്കൂട്ടത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടു കാണും ന്യൂസ് ചാനലൊക്കെ വഴി എല്ലാ മാധ്യമങ്ങളും അവിടെ നിൽപ്പുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മാധ്യമങ്ങളെല്ലാം അവിടെ നിൽപ്പുണ്ടേ. അപ്പൊ ഇതില് ഏതാണെന്നറിയത്തില്ല, ഏതൊക്കെയോ മാധ്യമങ്ങൾ ചേട്ടന്മാര് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പുച്ഛം തോന്നി എനിക്ക് അവന്മാരോട്. ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് നിങ്ങൾ കേട്ടോണേ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ആ കഥയിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ ഇറങ്ങുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും പറയാനുണ്ടോ? കുടിക്കാനാണോ? എന്തെങ്കിലും ട്രാപ്പാണോ? കുടിക്കാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? എടാ, ഏതവനാടെ ആ ചോദിക്കുന്നത്? ഏത് പൊട്ടനാ ചോദിക്കുന്നത്? ജാമ്യം കിട്ടിയല്ലോ രാഹുലെ, പറഞ്ഞിട്ട് പോടാ മോനെ, പറഞ്ഞിട്ട് പോ, എന്തായാലും ഞങ്ങളുടെ വായിക്കാത്തോട്ട് തന്നിട്ട് പോ. നാണമില്ലേ ഈ ചോദ്യം ചോദിക്കാൻ? 18 ദിവസം റിമാൻഡിൽ കിടന്നിട്ട് ഒരുത്തം പുറത്തേക്ക് ഇറങ്ങിയതാ. ജാമ്യം കിട്ടിയില്ലേ, ഇനി പറ, നീ പറ, എരിവ് കയറ്റി വിടുക, നീ പറ, അതിജീവിതത്തെ പറ്റി പറ, നീ എല്ലാരും തെറി പറ, നിനക്കൊന്നും പറയാനില്ലേടാ, പറയടാ. നാണമില്ലേ മാധ്യമങ്ങളെ? എല്ലാ ചാനലിനോടും അല്ല ഞാൻ ചോദിക്കുന്നത്, എല്ലാ ചാനലിനോടും അല്ല. അവിടെ ഒരു ചാനലിന്റെ കമ്പും കോലും അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന നിങ്ങൾ കണ്ടായിരുന്നു? ഒരു ചാനലിന്റെ അവരാന്ന് തോന്നുന്ന ആ ചോദ്യം, നമുക്ക് അറിയത്തില്ല ആരാന്ന്. ഇഷ്ടംപോലെ മറ്റേ ഇടിയും ബഹളമാണ് ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നത്. പറഞ്ഞിട്ട് പോ. ഒരുത്തന്റെ വായിൽ കോലിട്ട് കുത്തി അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് പിന്നെ അവരത് അങ്ങനെ പറഞ്ഞേ എന്നും പറഞ്ഞ് വീണ്ടും അവനെ കുറ്റം പറയുന്ന ഒരു കൂട്ടം ആളുകൾ, മാധ്യമങ്ങൾ. എന്നിട്ട് നമ്മൾ വല്ലതും പറഞ്ഞാലോ, അയ്യോ നമ്മള് സോഷ്യൽ മീഡിയക്കാര്, നമ്മള് മോശം. അവരൊക്കെ ഒരുപാട് ജേർണലിസം കലക്കി കൂടിച്ച് പാടിച്ച് ഹെവി ആയവര്, എല്ലാം അറിയാവുന്നവന്മാര്, വീടിന്റെ മേളിൽ കൂടെ ഡ്രോൺ വരെ പറപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. നാണം എന്ന് പറയുന്ന ഒരു സാധനം ഒരല്പമെങ്കിലും ഉണ്ടാവുക. ഓക്കെ, ഒരുത്തനെ കല്ലെറിഞ്ഞില്ലാതെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്കുക. അവൻ ചിരിച്ചോണ്ടാണ് ഇറങ്ങി വന്നത്. കുടിക്കിയതാണോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഒന്നും മിണ്ടുന്നില്ല. എന്തിനാ പറഞ്ഞിട്ട്? കുടിക്കെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിശബ്ദത, സൈലൻസ്, അതാണ് നല്ലത്. പുള്ളി അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ, അത് മതി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇനി അടുത്ത കേസാവും. പിടികിട്ടിയോ? എന്തെങ്കിലും തെളിയും ഇതിൻ്റെയൊക്കെ പുറയിൽ എന്താണെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയങ്കര മാന്യനായിട്ടുള്ള വ്യക്തിയാണെന്ന് ഞാൻ പറയത്തില്ല. മനസ്സിലായോ? എനിക്ക് ആകെ പുള്ളിയോടൊരു കാര്യത്തിലൊരു ഇച്ചിരി കൊള്ളാലോ ഇവൻ എന്ന് തോന്നിയത്, പുള്ളി പറയുന്നില്ല ഞാൻ അത്ര വലിയ മാന്യനാണേന്നൊന്നും. ഈ പെണ്ണിനെ അറിയാവോ? ആ പെണ്ണിനെ അറിയാം സാറേ. ഈ പെണ്ണിനെ അറിയാവോ? ഈ പെണ്ണിനെ അറിയാം സാറേ. വേറെന്താ പറയാനുള്ളത്? പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവരെ അറിയുന്ന പോലെ തന്നെ അവർക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ നല്ല രീതിയിൽ അറിയാമായിരിക്കുമേ. പിടികിട്ടിയോ? ഇങ്ങനെ വെക്കാതെ ഇതിങ്ങനെ കയറത്തില്ലല്ലോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് വരത്തില്ലല്ലോ. ഇതങ്ങോട്ട് പോകണ്ടേ? ഇല്ലേ? എന്നാലും ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പറ്റുമോ? ഇതങ്ങനെ വരത്തില്ല. ഉടായിപ്പ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എനിക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.